ശരി വിനയ, ചുരുങ്ങിയ സമയമുള്ളൂ സർക്കാരിന് മുമ്പിൽ. പുനരധിവാസമെല്ലാം ദ്രുതഗതിയിലാക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പുനരധിവാസത്തിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 16 അംഗ പ്രത്യേക കമ്മിറ്റി രൂപീകൃതമായി. വായ്പാ തുക ചെലവഴിക്കാൻ കേന്ദ്രത്തിനോട് സാവകാശം തേടാനാണ് തീരുമാനം. ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള സ്പോൺസർഷിപ്പും ചെലവും പ്രത്യേക കമ്മിറ്റി പുനഃപരിശോധിക്കും. പുനർനിർമ്മാണത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പാ തുക ഡെപ്പോസിറ്റ് സ്കീം വഴി ചെലവഴിക്കാനാണ് നിലവിൽ ധാരണ. ഈ സാമ്പത്തിക വർഷം തന്നെ തുക ചെലവഴിക്കണമെന്ന നിബന്ധനയിലാണ് കേന്ദ്രം തുക നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിനോട് സാവകാശം തേടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലെ കേന്ദ്ര നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം അംഗീകരിച്ച 16 പ്രൊജക്ടുകളുടെയും നിർവഹണ വകുപ്പുകൾക്ക് പണം കൈമാറുന്ന ഡെപ്പോസിറ്റ് സ്കീം വഴി ഈ സാമ്പത്തിക വർഷം തന്നെ തുക ചെലവഴിക്കേണ്ടതായുണ്ട്. കെട്ടിടങ്ങൾക്ക് ചെലവാക്കുന്ന തുക പുനഃപരിശോധിക്കാൻ കിഫ്കോണിനോട് ആവശ്യപ്പെടാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. ഓരോ യൂണിറ്റിനും നൽകിയിരിക്കുന്ന തുക കൂടിപ്പോയെന്ന വിമർശനം സ്പോൺസർമാരും പ്രതിപക്ഷവും ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പുനഃപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. അതേസമയം ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.